വേൾഡ് വിത്ത് AI-യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം എക്സാം ടൈം ആകുമ്പോഴേക്കും ഭയങ്കര സ്ട്രെസ് ആയിരിക്കും അല്ലേ? പ്രത്യേകിച്ച് ഈ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫോർമുലകളും ഡെഫിനിഷൻസൊക്കെ കാണുമ്പോൾ. പക്ഷേ പേടിക്കേണ്ട, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാമിന് വേണ്ടിയുള്ള അൾട്ടിമേറ്റ് തിയറി ക്രാഷ് കോഴ്സാണ്. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കണ്ടാൽ മതി. തിയറി ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഉറപ്പായും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. ഈ പ്രധാനപ്പെട്ട 4 ചാപ്റ്ററുകൾ നമുക്ക് വളരെ ഈസിയായിട്ട് കോൺഫിഡൻസോടെ പഠിച്ചെടുക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സമയം കളയാതെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ആ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ വർഷാവർഷം എക്സാമിനേഴ്സ് ആവർത്തിച്ചു ചോദിക്കുന്ന ആ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ കൺസെപ്റ്റ്സ് നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി മാറ്റാം. ഇന്ന് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത് ഈ 5 കാര്യങ്ങളാണ്. ഇൻട്രോ ടു ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രൈമറി വേഴ്സസ് സെക്കൻഡറി ഡേറ്റ, ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രസന്റേഷൻ, സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ്, ഒപ്പം ക്വാളിറ്റി കൺട്രോൾ ഇൻ ബിസിനസ്. ഈ ഒരു റോഡ് മാപ്പ് ഫോളോ ചെയ്താൽ മതി. ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ സെറ്റാക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലേക്ക് പോവാം. ബിസിനസ്സിൽ ശരിക്കും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ബേസിക്സ് ഒന്ന് നോക്കാം. നിങ്ങളിന്നൊരൊറ്റ ഡെഫിനിഷൻ മാത്രമേ കാണാപ്പാഠം പഠിക്കുന്നുള്ളൂവെങ്കിൽ അത് ഉറപ്പായും ക്രോക്സ്റ്റണും കൗഡനും നൽകിയ ഈ ഡെഫിനിഷൻ ആയിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദി കളക്ഷൻ, പ്രസന്റേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ. എക്സാമിന് ഈ എക്സാക്ട് ഡെഫിനിഷൻ തന്നെ എഴുതിയാൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയ ഒരു സ്റ്റാർട്ടിംഗ് കിട്ടും. ഇത് വെറുതെ കുറച്ച് നമ്പറുകൾ കൂട്ടിച്ചേർക്കുന്ന പരിപാടിയൊന്നുമല്ല കേട്ടോ. കൃത്യമായി 4 സ്റ്റെപ്പുകളുള്ള ഒരു സയൻറ്റിഫിക് പ്രോസസ്സാണിത്. നൗ, ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സ് വെറും അക്കങ്ങൾ മാത്രമല്ല. ഇത് സ്ട്രിക്ട്ലി ന്യൂമാരിക്കൽ ഡേറ്റയെ വളരെ സിസ്റ്റമാറ്റിക്കായി ഹാൻഡിൽ ചെയ്യുന്നു. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഇതൊരു വലിയ സൂപ്പർ പവറാണ്. സങ്കീർണമായ ഡേറ്റയെ സിമ്പിളാക്കാനും ക്രൂഷ്യലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ മാനേജർമാരെ സഹായിക്കാനും അതുപോലെ ഫ്യൂച്ചർ സെയിൽസൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാനും ഇത് സഹായിക്കും. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചാൽ എപ്പോഴും ഈ 3 കാര്യങ്ങൾ ഓർക്കുക: സിംപ്ലിഫൈസ്, ഡിസൈഡ്സ് ആൻഡ് ഫോർകാസ്റ്റ്സ്. ഇനി നമുക്ക് ഡേറ്റ കളക്ഷന്റെ കോർ മെക്കാനിക്സിലേക്ക് വരാം. അതായത് ഈ ഡേറ്റ കൃത്യമായി എവിടെ നിന്നാണ് വരുന്നത്? ഈ 2 ടൈപ്പ് ഡാറ്റ തമ്മിലുള്ള വ്യത്യാസം എക്സാമിന് മിക്കവാറും ചോദിക്കാറുള്ളതാണ്. പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ തന്നെ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഹാൻഡ് ഡേറ്റയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ തന്നെ ഒരു കസ്റ്റമർ സർവേ നടത്തുന്നത് പോലെ നമ്മൾ തന്നെ നേരിട്ട് ചെയ്യുന്നതുകൊണ്ട് അത് ഭയങ്കര ആക്യുറേറ്റ് ആയിരിക്കും. പക്ഷെ അതിന് കുറച്ച് കാശും സമയവും കൂടുതലാകും. മറുവശത്ത് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് മറ്റാരെങ്കിലും നേരത്തെ കളക്ട് ചെയ്ത് വെച്ച ഡേറ്റയാണ്. അതായത് ഗവൺമെന്റ് സെൻസസ് റിപ്പോർട്ടുകളൊക്കെ നമ്മൾ ഓൺലൈനിൽ നോക്കിയെടുക്കില്ലേ, അതുപോലെ. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും, വലിയ ചിലവുമില്ല. പക്ഷെ നമ്മുടെ സ്പെസിഫിക് ആവശ്യത്തിന് അത് ചിലപ്പോൾ അത്ര ആക്യുറേറ്റ് ആകണമെന്നില്ല. ഈ ഡിഫറൻസ് നന്നായിട്ട് ഓർത്തു വെച്ചോളൂ. ഓക്കെ, നമ്മൾ ഡേറ്റയൊക്കെ കളക്ട് ചെയ്തു. ഇനി കുറേ ഡേറ്റ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് കാര്യമില്ലല്ലോ. അതെങ്ങനെ പ്രസന്റ് ചെയ്യാമെന്ന് നോക്കാം. ശരിക്കും ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നത് ആകെ അലങ്കോലമായി കിടക്കുന്ന ഒരു മുറി നമ്മൾ നീറ്റായിട്ട് അടുക്കി വയ്ക്കുന്നത് പോലെയാണ്. മെയിനായിട്ട് 4 രീതികളാണ് ഇതിനുള്ളത്. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജെൻഡർ അല്ലെങ്കിൽ റിലീജിയൻ പോലെയുള്ള ആട്രിബ്യൂട്ട്സ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ വയസ്സ് അല്ലെങ്കിൽ ഇൻകം പോലെ നമ്പറുകളുടെ അടിസ്ഥാനത്തിലാണ് തിരിക്കുന്നത്. ഇനി ക്രോണോളജിക്കൽ, അത് ടൈം ബേസ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള സെയിൽസ് ഡേറ്റ. ലാസ്റ്റ് വൺ ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ, അത് ലൊക്കേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ബേസ് ചെയ്തിട്ടാണ് ഡേറ്റ ഡിവൈഡ് ചെയ്യുന്നത്. ഡാറ്റ തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ഒരു ടേബിളിലാക്കും. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഉണ്ടാക്കുന്നത് ശരിക്കും ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നത് പോലെയാണ്. കറക്റ്റായിരിക്കണം. അതിന് മെയിനായിട്ട് 6 ഭാഗങ്ങളുണ്ട്. ടേബിൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടേബിൾ നമ്പർ, ഒരു ക്ലിയർ ടൈറ്റിൽ, ക്യാപ്ഷൻസ് അതായത് കോളം ഹെഡിങ്സ്, സ്റ്റബ്സ് അതായത് റോ ഹെഡിങ്സ്, പിന്നെ ശരിയായ ഡാറ്റകളുള്ള ബോഡി, ആൻഡ് ഫൈനലി എന്തെങ്കിലും എക്സ്ട്രാ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ അതിലുള്ള ഫുട് നോട്ട്. എക്സാമിന് ചോദിച്ചാൽ ഈ 6 കാര്യങ്ങൾ ഒരു ബ്ലൂ പ്രിന്റ് പോലെ ഓർത്തെഴുതുക. ടേബിളുകൾക്ക് പുറമെ നമ്മൾ ഈ ഡേറ്റയെ ഡയഗ്രംസ് ഉപയോഗിച്ചും പ്രസന്റ് ചെയ്യാറുണ്ട്. ബാർ ചാർട്ട്സ്, പൈ ഡയഗ്രംസ് ഒക്കെ പോലെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുറേ നമ്പറുകൾ മാത്രം ഇങ്ങനെ ഒരുമിച്ച് കാണുന്നത് ബോറല്ലേ? ഡയഗ്രമുകളാകുമ്പോൾ ഡേറ്റ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആകും. പെട്ടെന്ന് മനസ്സിലാക്കാനും കമ്പയർ ചെയ്യാനും മാനേജർമാർക്ക് വളരെ എളുപ്പമായിരിക്കും. ഇനി എക്സാം പേപ്പറിൽ എപ്പോഴും കാണുന്ന ഒരു ക്ലാസിക് ട്രിക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്: ഹിസ്റ്റോഗ്രാമും ഫ്രീക്വൻസി പോളിഗോണും തമ്മിലുള്ള വ്യത്യാസം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് വളരെ സിമ്പിളാണ്. ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്ന റെക്ടാങ്കിൾസ് ആണ്. ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ക്ലാസ് ഇന്റർവലും ഹൈറ്റ് എന്നത് ഫ്രീക്വൻസിയുമാണ്. ഇത് കുറച്ച് കൂടുതൽ സ്പേസ് എടുക്കും. എന്നാൽ ഫ്രീക്വൻസി പോളിഗോൺ എന്ന് പറയുന്നത് ആ ക്ലാസുകളുടെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു സിമ്പിൾ ലൈൻ ഗ്രാഫാണ്. അതിന് വളരെ കുറച്ച് സ്പേസ് മാത്രമേ വേണ്ടൂ. അതുപോലെ പല ഡാറ്റാ സെറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനും ഇത് വളരെ ഈസിയാണ്. നമ്മുടെ 3ാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. വലിയൊരു ഡാറ്റാ സെറ്റിന്റെ കൃത്യം സെന്റർ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഇത് കാണുന്ന അത്ര പാടൊന്നുമില്ല കേട്ടോ. ഇവിടെ നമ്മൾ മെയിനായിട്ട് 3 എമ്മുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് മീൻ. ഇത് നമ്മുടെ സാധാരണ ആവറേജാണ്. എല്ലാ വാല്യൂസും കൂടി ആഡ് ചെയ്തിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വളരെ സിമ്പിളാണ്, പക്ഷേ എക്സ്ട്രീം വാല്യൂസ് വന്നാൽ അതിനെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും.
രണ്ടാമത്തത് മീഡിയൻ. ഡേറ്റ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ കൃത്യം നടുവിൽ വരുന്ന വാല്യൂ ആണിത്. ഇതിന്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ വലിയ മാറ്റങ്ങളുള്ള എക്സ്ട്രീം വാല്യൂസ് ഇതിനെ ബാധിക്കില്ല. മൂന്നാമത്തത് മോഡ്. ഒരു ഡേറ്റാ സെറ്റിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂ ആണ് മോഡ്. എക്സാമിന് ഇതിന്റെ ഓരോന്നിന്റെയും മെറിറ്റും ഡീമെറിറ്റും കൃത്യമായി പഠിച്ചു വെക്കാൻ മറക്കരുത്. സോ ഇവിടുത്തെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ് ഈ ഒരു റിലേഷൻഷിപ്പ് ഫോമുലയാണ്. മോഡ് ഈക്വൽസ് 3 മീഡിയൻ മൈനസ് 2 മീൻ. ഈ ഫോമുല നിങ്ങൾ ഉറപ്പായും ബൈഹാർട്ട് പഠിക്കണം. മിസ്സിംഗ് വാല്യൂസ് കണ്ടുപിടിക്കാൻ ഈ ഫോമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് മീനും മീഡിയനും തന്നിട്ട് മോഡ് കണ്ടുപിടിക്കാനുള്ള ആ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ എപ്പോഴും വരാനുള്ളതാണ്. അപ്പോൾ മറക്കരുത്, മോഡ് ഈക്വൽസ് 3 മീഡിയൻ മൈനസ് 2 മീൻ. ഓക്കെ, നമ്മൾ അവസാനത്തെ സെക്ഷനിലെത്തിയിരിക്കുകയാണ്. യൂണിറ്റ് 8 സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. നമ്മൾ വാങ്ങുന്ന പ്രോഡക്ട്സ് ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അത് ഇംപ്രൂവ് ചെയ്യാനും ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ അഥവാ SQC. ഫാക്ടറികളിൽ ഇതിനായിട്ട് കൺട്രോൾ ചാർട്ട്സ് ഉപയോഗിക്കാറുണ്ട്. ശരിക്കും ഈ ചാർട്ടുകൾ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ലൈനിന്റെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ പോലെയാണ്. പ്രൊഡക്ഷൻ കറക്റ്റ് ട്രാക്കിലാണോ പോകുന്നതെന്ന് ഇത് ഉറപ്പാക്കും. എക്സാമിന് ഇതിന്റെ 2 മെയിൻ ടൈപ്സ് ഓർത്തുവയ്ക്കുക. വേരിയബിൾസിനുള്ള ചാർട്ടുകൾ, അതായത് മീൻ, റേഞ്ച് ചാർട്ടുകൾ, പിന്നെ ആട്രിബ്യൂട്ട്സിനുള്ള PC ചാർട്ടുകൾ. ക്വാളിറ്റി കൺട്രോളും ക്വാളിറ്റി അഷുറൻസും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് ഓർത്തുവയ്ക്കാൻ ഈ ഒരു സിമ്പിൾ ടേബിൾ നോക്കിയാൽ മതി. ക്വാളിറ്റി കൺട്രോൾ എപ്പോഴും പ്രോഡക്റ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഒരു പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്നാൽ ക്വാളിറ്റി അഷുറൻസ് ആ പ്രോസസ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റ് കേടാകുന്നത് മുൻകൂട്ടി പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തടയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ കൺട്രോൾ ഡിറ്റക്റ്റ് ചെയ്യുന്നു, അഷുറൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ആൻഡ് ഫൈനലി ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ്. ഇപ്പോഴൊരു ഫാക്ടറിയിൽ 10,000 പേനകൾ ഉണ്ടാക്കുന്നുവെന്ന് വിചാരിക്കുക. ഈ 10,000 പേനകളും ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ച് നോക്കുക എന്ന് പറയുന്നത് പോസിബിളാണോ? അല്ലല്ലോ. അതുകൊണ്ട് ആ വലിയ ബാച്ചിൽ നിന്ന് വളരെ ചെറിയൊരു ഭാഗം, ഒരു 50 പേനകൾ മാത്രം സാമ്പിളായിട്ട് എടുക്കുന്നു. എന്നിട്ട് അത് പരിശോധിച്ച് ആ ബാച്ച് മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്ന രീതിയാണ് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ്. ആ ചെറിയ സാമ്പിൾ നല്ലതാണെങ്കിൽ ആ ബാച്ച് മുഴുവൻ ഓക്കെ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ബിസിനസ്സുകളുടെ വലിയൊരു സമയവും പണവും ലാഭിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ പ്രധാനപ്പെട്ട 4 ചാപ്റ്ററുകളിലെ തിയറി പോർഷൻസ് നമ്മൾ അടിപൊളിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എക്സാമിൻ്റെ തിയറി പാർട്ടിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളിപ്പോൾ ഫുൾ റെഡിയാണ്. അപ്പോൾ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുമെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. വേൾഡ് വിത്ത് AI ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസും സൊല്യൂഷൻസും ഉൾപ്പെടുന്ന നമ്മുടെ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. എനിവേ, പോകുന്നതിന് മുൻപ് ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. അടുത്ത തവണ യാതൊരു തകരാറുമില്ലാത്ത ഒരു കിടിലൻ സ്മാർട്ട് ഫോൺ നിങ്ങൾ വാങ്ങുമ്പോൾ അതിന് പിന്നിൽ ഫാക്ടറിയിൽ അവർ എത്രമാത്രം സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ ചാർട്ട്സ് ഉപയോഗിച്ചിട്ടുണ്ടാകും, അല്ലേ? സോ നിങ്ങളുടെ എക്സാമുകൾക്ക് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.